മുൻ കണ്ണൂർ ADMന്റെ ദുരൂഹ മരണത്തിന് ഉത്തരവാദിയാണ് എന്ന് കേരളം ഇപ്പോഴും വിശ്വസിക്കുന്ന ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും അതിൽ പ്രതി ചേർക്കുകയും ചെയ്ത ഒരേ ഒരു പ്രതിയായ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി വിജയൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന PP ദിവ്യയെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കിയിരിക്കുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയായിരുന്നു PP ദിവ്യ. എന്നാൽ പുതിയ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായ CS സുജാത തലസ്ഥാനം തുടരുകയും KS സലീഖയെ പ്രസിഡന്റായി നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന PP ദിവ്യയെ തലസ്ഥാനത്ത് നിന്നും മാറ്റുകയായിരുന്നു. PP ദിവ്യയുടെ ആവശ്യപ്രകാരമാണ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തിയത് എന്നൊരു വ്യാഖ്യാനമുണ്ടെങ്കിലും അതല്ല. PP ദിവ്യയെ പല കേസുകളിൽപ്പെട്ട് PP ദിവ്യ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്ന രീതിയിൽ തുടരാനുള്ള അർഹത നഷ്ടപ്പെടുത്തിയതിന്റെ പേരിലാണ് അവരെ ആ സ്ഥാനത്ത് നിന്നും നീക്കിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യ CPMന് ചെറുതല്ലാത്ത രീതിയിലുള്ള ഒരു മാനക്കേട് ഉണ്ടാക്കി എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് ഉത്തരവാദി PP ദിവ്യയാണ് എന്ന് തന്നെ കേരളം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നീട് ADM നവീൻ ബാബുവിന്റെ കുടുംബം കണ്ണൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഈ കേസുമായി, അതായത് ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിക്കപ്പെട്ടെങ്കിലും അതെല്ലാം തള്ളുകയായിരുന്നു. കോടതി വ്യവഹാരങ്ങളിൽ ഉൾപ്പെടെ PP ദിവ്യയ്ക്ക് വേണ്ടി CPM ഇടപെട്ടിരുന്നു എന്ന് തന്നെയാണ് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ PP ദിവ്യയുടെ അനധികൃതമായ സ്വത്ത് സമ്പാദന കേസുകളെല്ലാം CPMന് തലവേദന ഉണ്ടാക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷനിൽ നിന്നും PP ദിവ്യയെ നിഷ്കാസനം ചെയ്തത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ അതല്ല, PP ദിവ്യ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഇത്തരം നടപടിക്രമം എന്നുള്ളതാണ് നിലവിലെ സെക്രട്ടറിയായ CS സുജാതയുടെ ഭാഷ്യം. ഈ വരുന്ന 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ നിന്നും PP ദിവ്യ മത്സരിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ CPM ഇപ്പോൾ അതിനോട് അനുകൂല മനോഭാവം ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. PP ദിവ്യയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുമോ എന്നുള്ളതെല്ലാം ചോദ്യചിഹ്നം തന്നെയാണ് എന്നാണ് CPMന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. വ്യക്തി സ്വഭാവവുമായി ബന്ധപ്പെട്ട്, അതായത് കറകളഞ്ഞ രാഷ്ട്രീയ സംശുദ്ധിയോടൊപ്പം തന്നെ കറകളഞ്ഞ സ്വഭാവശുദ്ധിയും CPM ഇപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം നിഷ്കർഷകളിൽ PP ദിവ്യ പെടുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അതെന്ത് തന്നെയായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PP ദിവ്യ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. PP ദിവ്യയ്ക്ക് തന്നെ അക്കാര്യത്തിൽ ഒരു ഉറപ്പില്ല. കാരണം പിണറായി വിജയനും PP ദിവ്യയും തമ്മിൽ പഴയ അത്ര ഇഴയടുപ്പമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്നും PP ദിവ്യയെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ PP ദിവ്യയ്ക്ക് ഇനി രാഷ്ട്രീയമായി എന്ത് നിലനിൽപ്പാണ് ഉള്ളത് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. എന്താണ് ഈ കാര്യത്തിൽ ഇനിയും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.